was thinking about love. I was thinking about how difficult for us to find and to maintain the love that we all yearn for. And it kind of dawned on me that I think a big part of the problem നമ്മൾ കുറേ മാനിഫെസ്റ്റ് ചെയ്ത ഒരു ദിവസമാണ് ശരിക്കും ഇന്ന്. നമ്മൾ രണ്ടുപേരും ഇവിടെയല്ല, ബേസിക്കലി നമ്മൾ യു കെയിലായിരുന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഓൺലൈനിൽ പ്ലാൻ ചെയ്ത് ഇന്നത് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം. ഫസ്റ്റ്ലി ഇന്നത്തെ ദിവസം രാവിലെ എല്ലാവരും നമ്മൾ ആ പള്ളിയിൽ ചെന്ന് നിന്നില്ലേ, ആ സമയത്ത് സത്യമായിട്ട് എനിക്ക് ഓക്കെ ഇത് ഡ്രീമാണോ, ഞാൻ ശരിക്കും അവിടെ ഉണ്ടോ, ഞാൻ വീഴോ, ഇതൊക്കെയാണ് ഞാൻ ശരിക്കും അവിടെ റിയൽ ആയിട്ട് ഞാൻ നിൽക്കുകയാണോ എന്നുള്ള കാര്യം ശരിക്കും അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ സ്റ്റേജിലൊക്കെ എത്തിയെല്ലാം എനിവേ എല്ലാവരും എൻജോയ് എന്ന് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു. ഒരുപാട് എൻജോയ് ചെയ്തു. കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. വിഷസ് വന്ന് എൻഗേജ്മെന്റ് ഇനി ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കരച്ചിൽ കിട്ടും. വിഷസ് ഒന്നുമില്ല എനിക്ക്. ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്, സെയിം ടൈം ഒരു മിക്സ്ഡ് എമോഷനാണ്. സോ അറിയില്ല, പുതിയൊരു ഫാമിലിയിലേക്ക് ലൈക്ക് അവൾ പോവാണ്. സോ ചെറിയൊരു വിഷമമുണ്ട്, ബട്ട് ഐ എം സോ ഹാപ്പി ഫോർ ഹർ. ലൈക്ക് അവൾ ഇഷ്ടപ്പെട്ട പോലെ ലൈഫ് അവൾക്ക് കിട്ടാൻ പോവാം. സോ എൻ്റെ എല്ലാ വിശ്വാസവും അവൾക്കുണ്ട്, എല്ലാ ബ്ലെസ്സിങ്സും അവൾക്കുണ്ട്. ചെക്കന് മധുരം കൊടുക്കട്ടെ. ശരിയാണോ? പൊളി, ഇഷ്ടായി. പൊളി കൊള്ളാം. പോയോ? പിന്നെ പൊളി ലൈറ്റായി വന്നാലും ഡിസ്കസ്റ്റായിരുന്നു. പിന്നല്ലാണ്ട് കരയില്ല. വളരെ ഹാപ്പിയാണ്. എൻ്റെ മൂത്തവർക്കാണ് ആദ്യത്തെ കൊച്ച്. ആദ്യത്തെ കൺമണിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടിരുന്നതാണ്. അപ്പം നല്ലൊരു നിങ്ങളുടെ അതങ്ങനെയല്ല. അത് ആദ്യത്തെ കൊച്ചെന്ന് പറയുമ്പോൾ അത് ഞാൻ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അവസാനം വരെ അത് കാണണം. പിന്നെ ആൻസി എന്ന് പറയുമ്പം എനിക്ക് 5ാമത്തെ കുട്ടിയായിട്ട് ഞാൻ ആൻസിയെ ഇൻവൈറ്റ് ചെയ്യുന്നു എൻ്റെ വീട്ടിലോട്ട്. എനിക്ക് 5 പിള്ളേരെ ഇഷ്ടമാണ്. അപ്പോൾ ആൻസിയും കൂടെ ഒരു ഐ ആം വെരി ഹാപ്പി. Sometimes it seems cold and far away, sometimes close and warm, and I think I always love. വെറുതെ തന്നെയായിരുന്നു ചെറുപ്പത്തിലെല്ലാം. നല്ല പക്ഷെ നല്ല കാര്യപ്രവൃത്തി. 1 വയസ്സായപ്പം മുതലേ പുള്ളി 2 അനിയനുണ്ടായില്ല. അപ്പോൾ ആ ചേട്ടനുള്ള ആ ഒരു ഇതിലായിരുന്നു അനിയനെ കൊണ്ടുനടക്കുന്നത്. എന്താണേലും അനിയന് വേണ്ടി അവനിങ്ങനെ വിട്ടുകൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്നാൽ തന്നേലും ഇവനെ കൊണ്ട് അത് പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര അണ്ണനെ ഭയങ്കര കാര്യമായിരുന്നു. 2 പേർക്കും അങ്ങനെ. Sometimes I feel like I'm strong,
ഞങ്ങളെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ അവരെ യോഗ്യരാക്കി. വിട്ടുകൊടുക്കത്തില്ല കേട്ടോ, മാക്സിമം പുറകെ പോകേണ്ട വരുന്നു.